കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ലലീഗ ഒരു കൊടുമ്പിരി കൊള്ളുന്ന ഒരു മത്സരം തന്നെയാണ്. കാരണം ആരാണ് ചാമ്പ്യന്മാരാവുക, ആരാണ് ഒന്നാം സ്ഥാനത്തിലെത്തി കിരീടം എടുക്കുക എന്ന് ഇതുവരെയ്ക്കും 25 കളികൾ കഴിഞ്ഞു. ഇതുവരെയ്ക്കും ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. കാരണം ഓരോരോ മികച്ച പ്രകടനങ്ങളാണ് ഓരോ മാച്ച് വീക്കിൽ കഴിയുന്തോറും ടോപ്പ് 4 ടീമുകൾ കാഴ്ചവെക്കുന്നത്. അതിന് ഒന്നാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും 1 പോയിന്റാണ്. അത് തന്നെ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസമേ അവിടെ വരുന്നില്ല. ഗോൾ ഡിഫറൻസിലാണ് 54 പോയിന്റുമായി ബാർസലോണയും 54 പോയിന്റുമായി റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 4ാം സ്ഥാനത്തുള്ള അത്ലറ്റിക് ക്ലബ്ബ് കഴിഞ്ഞ മത്സരത്തിൽ റയൽ വല്ലഡോളിനെ 7-1 തകർത്ത് അവരും ഈ വർഷത്തെ കിരീട പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ഓരോ പ്രകടനങ്ങളും കാണുന്നത്. നാളെ നോക്കുകയാണെങ്കിൽ ശനിയാഴ്ച 11 മണിക്ക് റയൽ ബെറ്റിസും റയൽ മാഡ്രിഡും തമ്മിൽ റയൽ ബെറ്റിസിന്റെ ഹോം ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അത് സൗത്ത് ടൈം 8:30 ആ മത്സരം തുടങ്ങുക. റയൽ ബെറ്റിസ് ആണെങ്കിൽ അടുത്ത വർഷത്തെ യൂറോപ്യൻ സ്പോട്ട് കണ്ടുകൊണ്ടാണ് അവരെ ഓരോ മത്സരങ്ങളും കടന്നു പോകുന്നത്. 35 പോയിന്റുമാർ 7ാം സ്ഥാനത്താണ്. ടോപ്പ് 6 എത്തിയാൽ മാത്രമേ അടുത്ത വർഷത്തെ യൂറോപ്യൻ സ്പോട്ടിൽ അവർ എത്തുകയുള്ളൂ. അപ്പം ഇനി വരുന്ന മത്സരങ്ങളിൽ നിന്ന് മികച്ച മത്സരങ്ങൾ കാഴ്ചച്ച് മികച്ച പോയിന്റുകൾ നേടിയാൽ മാത്രമേ അവർക്ക് ടോപ്പ് 6 എത്തുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റയൽ ബെറ്റിസും റയൽ മാഡ്രിഡുമായിട്ടുള്ള മത്സരം സൂപ്പർ മത്സരമായിരിക്കും. റയൽ മാഡ്രിഡാവട്ടെ പരിക്കിന്റെയും ബെല്ലിംഗ്ഹാം ആണെങ്കിൽ സസ്പെൻഷന്റെയും പിടിയിലാണ്. സെബില്ലസ് കഴിഞ്ഞ കളിയിൽ പരിക്കുപറ്റി പുറത്തു പോയിരുന്നു. റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ നാളത്തെ ലൈനപ്പ് ഒന്നെങ്കിൽ ചിലപ്പോൾ കമവിക ചുമേനി അല്ലെങ്കിൽ ബ്രഹാം ഡിയസ്, ഒന്നില്ലെങ്കിൽ അർദ ഗൂളർ ആയിരിക്കും മിഡ്ഫീൽഡിൽ എത്തുക. അറ്റാക്കേഴ്സ് ആയിട്ട് റോഡിഗ്രയും വിനീഷ്യസും എംബാപ്പയും തന്നെ ആയിരിക്കും. ഡിഫൻസിൽ റൂഡിഗറും അതുപോലെ തന്നെ അസൻസി ആയിരിക്കും. റയൽ ബെറ്റിസ് നോക്കുകയാണെങ്കിൽ ഈ പോയ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിന്ന് റയൽ ബെറ്റിസ് എത്തിയ ആന്റണി മികച്ച ഫോമിലാണ് റയൽ ബെറ്റിസിന് വേണ്ടി കളിക്കുന്നത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ പഴയ കളിക്കാരനായ ഇസ്കോയും ആന്റണിയും കൂടെ ചേരുമ്പോൾ റയൽ ബെറ്റിന്റെ പ്രകടനം ഒന്നുകൂടെ മികച്ചതാവുന്നു. അപ്പം മികച്ചൊരു മത്സരം തന്നെയായിരിക്കും നാളെ റയൽ ബെറ്റിസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച്. മറ്റൊരു മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡും അത്ലറ്റിക് ക്ലബ്ബും തമ്മിലുള്ള ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ്. കാരണം ലീഗിലെ 3ാം സ്ഥാനക്കാരും 4ാം സ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വമ്പൻ പോരാട്ടം. അത്ലറ്റിക് മാഡ്രിഡാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ ബാർസലോണയെ കോപ്പ ഡെൽ റേയിൽ 4-4 എന്ന കംബാക്കിലൂടെ സൂപ്പർ മത്സരത്തിലൂടെയാണ് അവർ 4-4 പിരിഞ്ഞത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അത്ലറ്റിക് ക്ലബ്ബുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. അത്ലറ്റിക് ക്ലബ്ബായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ റയൽ വല്ലഡോളിനെ 7-1 തോൽപ്പിച്ചുകൊണ്ടാണ് അടുത്ത് അത്ലറ്റിക് മാഡ്രിഡുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. വില്യം സഹോദരങ്ങൾ ഒരു മികച്ച കൂട്ടുകെട്ടിലാണ് ബാർസയുടെ പഴയ കോച്ചായ എർണസ്റ്റോ വാൽവേർഡെന്റെ കീഴിൽ സൂപ്പർ മത്സരങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. അതും ഒരു സൂപ്പർ മത്സരമായിരിക്കും. മറ്റൊരു മത്സരം ഞായറാഴ്ച 11:15 ബാർസലോണയും റയൽ സോസിഡാദുമായിട്ടാണ് മറ്റൊരു മത്സരം. 1ാം സ്ഥാനത്ത് ബാർസലോണയ്ക്ക് ആ മത്സരം മസ്റ്റ് വിൻ മത്സരമായിരിക്കും. കാരണം പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നത് അവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യം തന്നെയായിരിക്കും. എങ്കിൽ അവർ കിരീടത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുക. റയൽ സോസിഡാസുമായി ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ബാർസലോണ 1-0 തോറ്റിരുന്നു. റയൽ സോസിഡാസ് ആവട്ടെ കോപ്പ ഡെൽ റേയിൽ റയൽ മാഡ്രിഡുമായിട്ട് 1-0 അവർ പൊരുതി തോറ്റൊരു മത്സരം കൂടെയാണ്. അപ്പം മികച്ചൊരു മത്സരമായിരിക്കും ബാർസലോണ റയൽ സോസിഡാസ് മത്സരം. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രീമിയർ ലീഗിൽ ഈ ആഴ്ച മത്സരങ്ങളൊന്നുമില്ല. പകരം FA കപ്പിലാണ് ആ മത്സരങ്ങളൊക്കെ വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും FA കപ്പിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി നാളെ രാത്രി 1 മണിക്ക്, ഇന്ത്യ സമയം 1 മണിക്ക്, സൗദി ടൈം 11 മണിയാണ് ലിവർപൂളിനെ തോൽപ്പിച്ച പ്ലേമൗണ്ടുമായിട്ടാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമുമായിട്ട് ഞായറാഴ്ച ഏറ്റുമുട്ടാൻ പോവുകയാണ്. അങ്ങനെ മികച്ച മത്സരങ്ങളാണ് ശനി ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ സ്കോർ എന്താകുമെന്ന് നിങ്ങൾ എൻ്റെ താഴെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്കാരം.